പറഞ്ഞത് നിസ്കാരം എന്ന കർമ്മം പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല കൽപ്പിച്ച വലിയൊരു കൽപ്പനയുടെ ഭാഗമാണ് നിസ്കാരം. 1, 2, 3 ആയത്തുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം നബി ചെയ്ത ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കെ. ഇത് നമ്മളിങ്ങനെ ഓതുമ്പോൾ മനസ്സിലാക്കണം, അവരോടൊക്കെയും നിസ്കാരത്തിന്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചവരായിരുന്നു, അവരൊക്കെ നിസ്കരിച്ചവരായിരുന്നു. അപ്പൊ ആരെയും അതിൽ നിന്നുള്ള ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ 5 വഖത്തെന്ന ഗൗരവം അല്ലാഹു തആല തന്നത് നമ്മിലാണെന്ന് മാത്രം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നോക്ക്, വിശുദ്ധ ഖുർആൻ പറയേ, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ് വമിൻ ദുർരിയതീ റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പല പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന റബ്ബിനോട്, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ്, ഈ പാവപ്പെട്ട ഇബ്രാഹിമിനെ നിസ്കാരമുള്ളവനാക്കണേ അല്ലാഹ്, കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാഹ്. ഈ ഇബ്രാഹിമ മാത്രം നിസ്കരിച്ചാ പോരാ, വമിൻ ദുർരിയതീ, എനിക്ക് നീ വരദാനമായി തന്ന മക്കളില്ലേ അല്ലാ, ഇസ്മായിൽ അടക്കമുള്ള, ഇസ്ഹാഖ് അടക്കമുള്ള, യാക്കൂബ് അടക്കമുള്ള പ്രവാചകന്മാരുടെ പിൻതലമുറയുടെ ഒരു സുന്ദരമായ വഴി എനിക്ക് നീ തന്നിട്ടുണ്ടല്ലോ റബ്ബേ. എന്റെ പിൻതലമുറയിലെ എന്റെ രക്തത്തുള്ളികളിലൂടെ ജനിക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മക്കൾ അവരും നിസ്കാരമുള്ളവരാക്കി തരണേ അല്ലാഹ്. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ ദുആയെ സ്വീകരിക്കണമേ റബ്ബേ. കണ്ടോ? അപ്പൊ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കെ, ഞാൻ നിസ്കാരമുള്ളവനാകണം, എന്റെ കുടുംബം, എന്റെ പിൻതലമുറ അവരൊക്കെ നിസ്കാരമുള്ളവരാകണം, എന്റെ അനന്തരഗാമികൾ. ഇബ്രാഹിം നബിക്ക് നിസ്കാരം ഉണ്ടായിരുന്നെന്ന് വിശുദ്ധ ഖുർആൻ.